ഭാരതചരിത്രത്തിൽ 14-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായർ വളരെ പ്രശസ്തനായിരുന്നു. പണ്ഡിതന്മാരെ അദ്ദേഹം ആദരിച്ചു. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ പോലെ ദേവരായ സദസ്സിൽ അഷ്ടദിഗ്ഗജങ്ങൾ ഉണ്ടായിരുന്നു. അവരിലെ വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ. കൃഷ്ണ ജില്ലയിലെ ഗാർലപ്പാട് ഗ്രാമത്തിലാണ് രാമന്റെ ജനനം. രാമന്റെ അച്ഛനായിരുന്നു ഗാർലപ്പാട് രാമയ്യ. രാമൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു. അതോടെ രാമൻ തെന്നാലിയിലുള്ള അമ്മയുടെ വീട്ടിൽ താമസമാക്കി. അങ്ങനെയാണ് രാമൻ തെന്നാലി രാമനായത്. തെന്നാലിയിൽ ബാല്യത്തിൽ ഒരു തെമ്മാടി രാമനായിരുന്നു. പഠിക്കാൻ വിട്ടാൽ അവൻ കുസൃതികൾ കാട്ടും. ഒരിക്കൽ ഗുരുവിനെ അവൻ പറ്റിച്ചു. അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ കുറെ ചീഞ്ഞ പഴങ്ങൾ രാമൻ പെറുക്കി വെച്ചു. ഗുരു അതിന്മേൽ ഇരുന്നു. അപമാനിതനായ ഗുരു രാമനെ കിഴുക്കാൻ തൂക്കാക്കി കെട്ടിയിട്ടു. എന്നിട്ടും രാമൻ നേരെയായില്ല. ഗുരുവിനോട് ശണ്ട കൂടാതിരിക്കാൻ രാമന് കഴിയുമായിരുന്നില്ല. എങ്കിലും രാമൻ ബുദ്ധിമാനായിരുന്നു. ഗുരു പറയുന്നതെല്ലാം തന്നെ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ രാമന്റെ പഠിപ്പ് അവസാനിച്ചു. വീട്ടിൽ പട്ടിണി. എന്നിട്ടും രാമൻ ജോലിക്ക് പോയില്ല. മടിയനാണ്. വായാടി ആയതുകൊണ്ട് കണ്ടവരെ എല്ലാം കളിയാക്കും. അങ്ങനെ അവന്റെ വാക്കും നാട്ടുകാരുടെ കൈയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. രാമന് ഭക്ഷണത്തിന് മുട്ടുണ്ടായിരുന്നില്ലെങ്കിലും തല്ലിന് മുട്ടുണ്ടായിരുന്നില്ല.